സത്യവിശ്വാസിക്ക് 4 ഗുണമുണ്ടായിരിക്കും. ഇന്നലിൽ മുഅ്മിനി നൂറൻ ഫിൽ ഖൽബി വദിയാഅൻ ഫിൽ വജ്ഹി വസഅതൻ ഫിൽ റിസ്ഖി വമഹബ്ബതൻ ഫി ഖുലൂബിൻ നാസ്. ഒരു മുഅ്മിനായ മനുഷ്യന് 4 ഗുണം ഉണ്ടായിരിക്കും. ഇനി എന്താണ് വേണ്ടത്? ഇനി എന്താ വേണ്ടത് ഒരു മുഅ്മിന? അപ്പം ഇവിടെ ഈ 4ൽ കമ്മി വരുമ്പോൾ നമ്മൾ പരിശോധിക്കണം, നമുക്ക് ഈമാനിൽ കമ്മിയുണ്ട്. ഇന്നലിൽ മുഅ്മിനി, തീർച്ചയായും ഒരു മുഅ്മിനായ മനുഷ്യനുണ്ട് നൂറൻ ഫിൽ ഖൽബി, ഹൃദയത്തിൽ പ്രകാശം ഉണ്ടായിരിക്കും. ഹൃദയത്തിൽ പ്രകാശമുണ്ടാകുമ്പോൾ, ഹൃദയത്തിൽ പ്രകാശമുണ്ടെങ്കിൽ ആ പ്രകാശത്തിൽ അവന് സഞ്ചരിക്കാൻ കഴിയും. അങ്ങനെയാണ്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ആ പ്രകാശം അല്ലാഹുവിന്റെ ഒരു പ്രത്യേകമായ പ്രകാശമാണ്. ആ പ്രകാശം അവന് മതിയാവും. അവനെ സംബന്ധിച്ചിടത്തോളം ആ പ്രകാശത്തിൽ അവൻ എപ്പോഴും സഞ്ചരിക്കാൻ കഴിയും. കാരണം ആ പ്രകാശം അവൻ്റെതാണ്, അവന്റെ സ്വന്തം, അവന്റെ വിളിച്ചാണത്. ഇന്നലിൽ മുഅ്മിനി നൂറൻ ഫിൽ ഖൽബി, ഖൽബിൽ പ്രകാശം ഉണ്ടാവും, ഹൃദയത്തിൽ പ്രകാശം. ഈ ഹൃദയത്തിൽ പ്രകാശം ഉണ്ടായാലുള്ള കാര്യം എന്താ? ഏതൊരു കാര്യത്തെയും അതിന്റെ പോസിറ്റീവായി കണ്ടെത്താൻ അവന് കഴിയും. എന്ത് കാര്യത്തെ പോസിറ്റീവായി കണ്ടെത്താൻ അവന് കഴിയും. കാര്യങ്ങളെയൊക്കെ പോസിറ്റീവായി എടുക്കാൻ കഴിയും. ഏതൊരു കാര്യത്തിലും തനിക്ക് ഗുണപരമായ കാര്യങ്ങളെ കണ്ടെത്താൻ അവന് കഴിയും. എന്തുകൊണ്ട്? അവന്റെ കയ്യിൽ വെളിച്ചുണ്ട്. നേരെ മറിച്ച് ഇത് വലിയൊരു കാര്യമാണ്. നേരെ മറിച്ച് ഒരു മനുഷ്യന്റെ കൽബിൽ വെളിച്ചില്ലെങ്കിലോ അവന് അനുഗുണമായത് തന്നെ. ഉദാഹരണം, നമ്മുടെ കയ്യിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മുറിയിലേക്ക് പ്രവേശിച്ച ആ മുറിയിൽ നമുക്ക് എന്തൊക്കെ ഉപകാരമുള്ള സാധനം ഉണ്ടോ അത് എടുക്കാൻ നമുക്ക് കഴിയും. അതേ സമയത്ത് ഒരു മനുഷ്യന് അനിവാര്യമായ എല്ലാം ആ മുറിയിലുണ്ട്, പക്ഷെ അവന്റെ കയ്യിൽ വിളിച്ചല്ല, അവനത് കണ്ടെത്താൻ കഴിയില്ല. ഞാൻ ഒന്നും കൂടെ അത് പറയാം, നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് ഒന്നാമതായി വേണ്ടത് ഹൃദയത്തിൽ വിളിച്ചാണ്. ഹൃദയത്തിൽ വിളിച്ചാകുമ്പോൾ ഉണ്ടെങ്കിൽ എല്ലാം പോസിറ്റീവായി മനസ്സിലാക്കാൻ കഴിയും. എന്തിനും പോസിറ്റീവായി ചിന്തിക്കുക. എങ്ങനെ എന്തിനു പോസിറ്റീവായി ചിന്തിക്കുന്നത്? നമുക്കതിൽ ഗുണകരമായ സംഗതി ഉണ്ടായിരിക്കും. നമ്മുടെ ഹൃദയത്തിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുണകരമായ കാര്യത്തെ നമ്മൾ അവിടുന്ന് കണ്ടെടുക്കും. പിന്നെ എന്തുകൊണ്ട് കണ്ടെടുക്കാൻ കഴിയുന്നില്ല? ഹൃദയത്തിൽ ഇരുട്ട് വന്നു പോയി. അതിനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. അതായത് ഒരു മുറിയിൽ നമ്മൾ പ്രവേശിക്കുന്നു, നമ്മുടെ കയ്യിൽ വിളിച്ചിട്ടുണ്ട്. രാത്രി ഒരു മുറിയിൽ പ്രവേശിക്കുന്നു, നമ്മുടെ കയ്യിൽ വിളിച്ചിട്ടുണ്ട്. ഒരു പെണ്ണ് തവന്റെ അടുക്കളയോടനുബന്ധിച്ച് സ്റ്റോർ റൂമിലേക്ക് കയറി. അവള് എന്തോ കറി വെക്കുകയാണ്. കറിക്ക് ആവശ്യമായ പലവ്യഞ്ജനങ്ങൾ, സാധനങ്ങളെല്ലാം ആ മുറിയിലുണ്ട്. അവളെ കയ്യിലാകട്ടെ അവളെ സ്വിച്ചിട്ട് ബൾബ് കത്തി നേരെ പ്രവേശിച്ച് വെളിച്ചുണ്ട്, അല്ലെങ്കിൽ അവളെ കയ്യിൽ വെളിച്ചുണ്ട്. കയറി തനിക്ക് അനിവാര്യമായ സാധനങ്ങൾ എടുത്തു. തനിക്ക് ആവശ്യമല്ല, തനിക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്തത് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടായേക്കാം. ഇപ്പോൾ ആവശ്യമില്ലാത്തത് അവൾ അവിടെ തൊട്ടില്ല. എടുക്കാൻ ആവശ്യമുള്ള എടുത്ത് അവളെ കാര്യങ്ങൾ ചെയ്തു. അതേ സമയത്ത് ബൾബ് കത്തിയില്ല, അവളെ കയ്യിൽ വെളിച്ചോ ഇല്ല. മുറിയിലാകട്ടെ തനിക്ക് ആവശ്യമായ എല്ലാം ഉണ്ട്. അന്ന് കറി വെക്കാൻ ആവശ്യമായതെല്ലാം, നാളെ കറി വെക്കാൻ ആവശ്യമായതും എല്ലാം ആ മുറിയിലുണ്ട്, ആ സ്റ്റോർ റൂമിലുണ്ട്. പക്ഷെ അതൊക്കെ അവൾക്ക് കണ്ടെടുത്താൻ കഴിയും. എന്തുകൊണ്ട് അവർക്ക് വിളിച്ചല്ല? ഇവിടെ ആദ്യം നമ്മൾ എന്ത് കാര്യത്തെയും നെഗറ്റീവായി പല സ്വഭാവം അതാണ്. കാര്യങ്ങളെയൊക്കെ നെഗറ്റീവ്, ഈ പ്രപഞ്ചത്തെ തന്നെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുന്നത്. അങ്ങനെയാണ്. ഇത് നമ്മൾ ചിന്തിക്കണം. ഒരു കവി താൻ മരണനേരത്ത് വസിയത്ത് ചെയ്തു എന്നാണ്. എന്താ വസിയത്ത് ചെയ്തത്? എന്റെ ബാപ്പ എന്റെ മേൽ ചെയ്ത അക്രമമാണ് എന്ന് എന്റെ ഖബറിന്റെ പുറത്ത് എഴുതി. ഞാൻ ഒരാളുടെ മേലും അക്രമം ചെയ്തിട്ടുമില്ല. എന്തുകൊണ്ട്? പിതാവ് എന്നെ പുറപ്പിച്ചു എന്നതാണ്, എന്നെ ജനിപ്പിച്ചു എന്നത് പിതാവ് എന്നോട് ചെയ്ത അക്രമമാണ് എന്ന് പറയേണ്ടി വന്നു ഒരാൾക്ക്. എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു? ഒരാൾ തന്റെ ഖബറിന്റെ പുറത്ത് എഴുതി വെക്കാൻ വേണ്ടി കൽപ്പിച്ചതായി ചരിത്രത്തിൽ കാണാം. എന്റെ പിതാവ് എന്നോട് ചെയ്ത അക്രമമാണ്. ഈ ഖബർ എന്ന് പറഞ്ഞാൽ എന്നോട് എന്റെ പിതാവ് ചെയ്ത അക്രമമാണ്. അതായത് എന്റെ ബാപ്പ ഞാൻ ഉണ്ടാകുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ടാണല്ലോ ഞാൻ ഉണ്ടായത്. അപ്പോൾ ബാപ്പയുടെ ഒരു അക്രമ പ്രവർത്തനമാണ് ഞാൻ എന്ന ഉൽപാദനം എന്നാണ് അയാൾ പറഞ്ഞതിനകത്തുക. തന്നെ കുറിച്ച് ബാപ്പയുടെ അക്രമം എന്നാണ് മനസ്സിലാക്കിയത്. എന്താ ഇനി പിന്നെ അപ്പൊ പറയാ? ജീവിതം തന്നെ എല്ലാം നെഗറ്റീവായി എടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ സത്യവിശ്വാസിക്ക് അങ്ങനെ എടുക്കാൻ കഴിയില്ല. സത്യവിശ്വാസി എന്തിനും ഒരു പോസിറ്റീവ് കണ്ടെത്തും. എന്തുകൊണ്ട്? അവന്റെ കയ്യിൽ ഹൃദയത്തിൽ വിളിച്ചിട്ടുണ്ട്. കാര്യങ്ങളെ നമുക്ക് പോസിറ്റീവായി മനസ്സിലാക്കാതെ കഴിയാതിരിക്കാനുള്ള ഒരു ഗൗരവമായ കാരണം നമ്മുടെ കയ്യിൽ വിളിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ ഈ പ്രഭാഷണം നടത്തുന്ന നേരത്തെ പുറത്ത് മഴ പെയ്യുന്നുണ്ട്. മഴയെ സംബന്ധിച്ചിടത്തോളം പറയാം, ഓടിക്കളിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മഴ എന്നത് ചീത്തയല്ലേ, മഴ പ്രയാസമല്ലേ? ഒരു കൊട പോലും എടുക്കാതെ ഓഫീസിലേക്ക് പോകുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് പ്രയാസമല്ലേ? ചിന്തിക്ക്. കളിക്കളങ്ങളിൽ കളിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, തെരുവ് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം
ആർക്കാണ് ഒരു 10 പൈസ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോലും കൊടുക്കാതെ അങ്ങാടിയിൽ മറ്റൊക്കെ വളരെ യഥേഷ്ടം പോയി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിർവാഹമില്ല. മഴ ഒരു പ്രയാസമല്ലേ? പക്ഷെ മഴ പ്രയാസമാണോ എന്നതുപോലെ നിങ്ങൾ ചിന്തിക്കുക. ഈ കൊറോണ എന്ന് പറഞ്ഞാൽ അതൊരു രോഗമാണ്. ഇത് ഭൂമിയെ മുഴുവനും മൂടിയ ഒരു രോഗമാണ്. പക്ഷെ ഇതിനെ നമുക്ക് പോസിറ്റീവായി എടുക്കാൻ കഴിയും. എന്തുകൊണ്ട്? ഇതും ചരിത്രത്തിന് ഒരു അനിവാര്യമല്ലാത്ത ഒരു കാര്യം ഇവിടെ ഉണ്ടാവില്ല. ഇതൊക്കെ ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്ന പ്രപഞ്ച സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. ഈ പ്രപഞ്ചത്തിൽ അതിൽ പോസിറ്റീവായി എടുക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഇതുവഴി ലഭിക്കും. മനുഷ്യർക്ക് അവന്റെ നിസ്സഹായതയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുക. മനുഷ്യൻ അവന്റെ നിസ്സഹായതയെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ അവന്റെ പൊരുളിനെ കുറിച്ച് അവൻ മനസ്സിലാക്കും, അവന്റെ ദുർബലത. അപ്പോൾ സൃഷ്ടിയുടെ പൊരുൾ അവൻ തിരിച്ചറിഞ്ഞു. ഇനി അവൻ ഉയരാൻ കഴിയും. ഞാൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കണ്ടേ? ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയാലല്ലേ എനിക്ക് മുന്നോട്ട് ഒരു കമ്പനി കയറിയിട്ട് ആ കമ്പനിയിലെ ലോക്കൽ ആയിട്ട് ആ കമ്പനിയിൽ അപ്പോയിന്റ്മെന്റ് വാങ്ങി ഞാൻ നേരെ മാനേജറെ കസേര കയറിയിരുന്നാൽ എനിക്ക് ആ കമ്പനിയിൽ ജോലി മുന്നോട്ട് പോകാൻ കഴിയുമോ? ഞാൻ ഒന്നാം ദിവസം മനസ്സിലാക്കിയത് ഞാൻ ഇവിടുത്തെ സാധാരണ തൊഴിലാളിയാണെന്ന് മനസ്സിലാക്കൽ അങ്ങനെ അനിവാര്യമാണല്ലോ. അതേ സമയത്ത് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയ ഉടനെ തന്നെ ഞാൻ പോയിട്ട് മാനേജറെ കസേരയിൽ ഇരുന്നാൽ എന്താവും അവസ്ഥ? ഇതായിരുന്നു നമ്മളിവിടെ കളിച്ചിരുന്ന കളി, അല്ലെങ്കിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അവസരം തന്നു. എന്ത്? ഞാൻ ഇത്രയേ ഉള്ളൂ, ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ ഒരു അവസരം. ഇത് ആരുടെ കയ്യിലല്ല, ഇതെല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ്. പടച്ച തമ്പുരാനല്ലാതെ അത് നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പൊ ഏതൊരു കാര്യവും ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ഏത് കാര്യത്തെയും അവൻ പോസിറ്റീവായി എടുക്കും. എന്തുകൊണ്ട്? അവന്റെ ഹൃദയത്തിൽ വിളിച്ചിട്ടുണ്ട് എന്തും. അപ്പോൾ ഇന്നലിൽ മുഅ്മിനി, ഒരു മുഅ്മിനായ മനുഷ്യന് ഉണ്ട് നൂറൻ ഫിൽ ഖൽബി, ഹൃദയത്തിൽ വിളിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അവന് വലിയ നേട്ടമുണ്ടാവും. അവനെ ചുറ്റിപ്പറ്റിയ ആളുകൾക്കൊക്കെ നേട്ടമുണ്ടാവും. ഈ വെളിച്ചം തന്നെയാണ് അന്ത്യനാളിൽ ഉപകരിക്കുക. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി യസ്അ നൂറുഹും ബൈന ഐദീഹിം വബിമൈമാനിഹിം ബുശ്റാകുമുൽ യൗം. സ്വന്തം വെളിച്ചത്തിൽ അങ്ങനെ സഞ്ചരിക്കും. 500 കൊല്ലം ഓടിക്കടക്കേണ്ടതാണ് സിറാത്ത് പാലം. 500 കൊല്ലം, 500 മസീറത്തുഹു 500 ആം എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്നും നമ്മുടെ കണ്ണുകൊണ്ട് കാൽക്കുലേഷൻ ചെയ്യാൻ കഴിയുകയുമില്ല. 500 കൊല്ലത്തെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയൂല. പുണ്യ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 500 കൊല്ലം കടക്കേണ്ട ഈ സിറാത്ത് പാലത്തിൽ മനുഷ്യൻ അവനവന്റെ വെളിച്ചത്തിൽ സഞ്ചരിക്കുമെന്ന് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവനവന്റെ വെളിച്ചത്തിൽ സഞ്ചരിക്കും. ഈ വെളിച്ചം എന്താണ്? ഈ വെളിച്ചം കുഞ്ഞൻ ദിവസം കുഞ്ഞായപ്പോൾ തന്നെ അവന് കിട്ടിയ വെളിച്ചമാണ്. ആ വെളിച്ചത്തെ അവൻ കെടാതെ സൂക്ഷിച്ചു. ചിലപ്പോഴൊക്കെ അവൻ കെട്ടുപോയപ്പോൾ അവൻ വീണ്ടും കത്തിച്ചു. പിന്നെ അവൻ കെടാൻ സമ്മതിച്ചതും ഇല്ല. ഇതാണ് യഥാർത്ഥം. ഇന്നലിൽ മുഅ്മിനി നൂറൻ ഫിൽ ഖൽബി, മുഅ്മിനായ മനുഷ്യന് 4 നേട്ടമുണ്ടാവും. അത് മുഅ്മിനുണ്ട്. ഇതാണ് ഈമാനിന്റെ ഏറ്റവും വലിയ ലാഭം. ഫലനുഹയ്യന്നഹും ഹയാതൻ ത്വയ്യിബ, അവന് സുന്ദരമായ ജീവിതം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സുന്ദരമായ ജീവിതം 4 കാര്യങ്ങളാണ്. ഇന്നലിൽ മുഅ്മിനി, തീർച്ചയായും സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കും നൂറൻ ഫിൽ ഖൽബി, ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാവും. അപ്പൊ ഏത് കാര്യവും ആ കാര്യത്തെ അവന് പോസിറ്റീവായി എടുക്കാൻ അവന് കഴിയും. അവന്റെ നെഗറ്റീവായ വശങ്ങളിൽ നിന്ന് പോസിറ്റീവിനെ എടുത്തു. ഈ നെഗറ്റീവായ കാര്യത്തെ നാളെ പോസിറ്റീവാക്കാൻ എങ്ങനെ കഴിയുമെന്ന് അവൻ ആലോചിക്കാൻ കഴിയും. ഈ പോസിറ്റീവായ കിട്ടിയ കാര്യങ്ങളെ വെച്ച് മുന്നോട്ട് പോയാൽ നാളത്തെ നെഗറ്റീവിനെ വീണ്ടും പോസിറ്റീവാക്കാൻ കഴിയും. എന്തുകൊണ്ട്? അവൻ ചടഞ്ഞിരിക്കൂല. ഒരു മുഅ്മിനായ മനുഷ്യൻ ചടഞ്ഞിരിക്കൂല, ഒരിക്കൽ ചടഞ്ഞിരിക്കൂല. ഒരു നന്മ കഴിഞ്ഞാൽ അടുത്ത നന്മയിൽ പ്രവേശിക്കും. ചടഞ്ഞിരിക്കൂല. വിഷാദ രോഗം എന്നത് ഇന്നത്തെ ഒരു രോഗമാണ്. ഇന്ന് മനുഷ്യരുടെ രോഗമാണ് വിഷാദ രോഗം. അമ്പിയാക്കളിൽ ഒരാൾക്ക് പോലും ഈ രോഗമില്ല, വിഷാദ രോഗം. 1,24,000 അമ്പിയാക്കൾ ലോകത്ത് വന്നിട്ടുണ്ട്. ഒരു നബിക്ക് വിഷാദ രോഗമില്ല. ചടഞ്ഞിരിക്ക. ഒരു വിഷാദ രോഗം എന്താ? വിഷാദ രോഗത്തിനെ കുറിച്ചുള്ള അടിസ്ഥാനം എന്താണ്? താൻ ഒന്നിനും പോരാത്തവനാണ്, തനിക്കൊന്നും ഇല്ല എന്ന ഒരു ധാരണയാണ്. കാര്യത്തെ പോസിറ്റീവായി മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. മനുഷ്യൻ അവന്റെ ഹൃദയത്തിലെ വെളിച്ചം അവൻ തന്നെ കെടുത്തിക്കളയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചെയ്യുന്നതിൽ നിന്ന് പിന്നെ പൈശാചിക പ്രേരണയും പ്രവണതയും എല്ലാം അടങ്ങിയതാണ് അടിസ്ഥാനപരമായ വിഷാദ രോഗം. പിന്നെ അത് ഫിസിക്കലായ രോഗമായിട്ടൊക്കെ മാറും. സ്വാഭാവികമായും പലതും വന്നു. പക്ഷെ അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ വിഷാദ രോഗിയാവേണ്ടവനല്ല. അമ്പിയാക്കളിൽ എന്തൊക്കെ പ്രയാസമുള്ള പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്.
وهو يقول اللهم اغفر لقومي فانهم لا يعلمون. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ജനത മുഴുവനും അടിച്ച പ്രവാചകന്മാരുണ്ട്. ലറബഹു ഖൗമുഹു, തന്റെ ജനത മുഴുവൻ തന്നെ അടിക്കുക. ഏതോ കൗമു ഒന്ന് അടിക്കല്ല, മൂത്തേടത്തുകാരനായ എന്നെ കോഴിക്കോട്ടാൻ അടിക്കല്ല. ലറബഹു ഖൗമുഹു, ലറബഹു ഖൗമുഹു, അദ്ദേഹത്തിന്റെ പരിസരവാസികൾ, നാട്ടുകാർ, അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തെ അടിച്ചു. എന്നിട്ട് അവർ രക്തത്തിൽ പുരണ്ടുപോയി ആ മനുഷ്യൻ, ആ പ്രവാചകൻ, ആ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോഴും ഈ മനുഷ്യൻ പറയാണ്, എന്താ പറയുന്നത്? പഠിച്ചവനെ പുറത്തു കൊടുക്കുക ഇവർക്ക്. അവരെ അറിയാതെ ചെയ്യാം, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കണമെന്ന് ഈ പ്രവാചകൻ പറഞ്ഞ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ മക്കയിൽ അവസാനം മക്കയിൽ തിരിച്ചെത്തിയ പുണ്യ റസൂൽ ചോദിക്കുന്നില്ലേ, മാതാ തൻതളറൂന മിന്നി, നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? അപ്പോൾ അവർ പറയും, അൻത അഖുൻ കരീം വബ്നു അഖിൻ കരീം. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസ്രീബ അലൈക്കും അൽയൗം, എനിക്ക് നിങ്ങളോട് ഒരു പ്രതികാരവും ഇല്ല. മനുഷ്യ സമൂഹത്തിലെ വലിയൊരു ഭാഗവും ഇന്ന് വിഷാദ രോഗത്തിലെ വക്കിലാണ്. എന്താ പ്രശ്നം? എന്താ പ്രശ്നത്തിന്റെ അടിസ്ഥാനം എന്താണ്? അവന്റെ വെളിച്ചത്തെ അവൻ തന്നെ കെടുത്തിക്കളയാണ്. അവന്റെ വെളിച്ചത്തെ അവൻ കെടുത്തിക്കളയാണ്. എനിക്ക് ഞാനേ ഉള്ളൂ എന്ന് മനുഷ്യൻ ധരിച്ചു കാണാം. അങ്ങനെ വരും. കോടീശ്വരന്മാരായി വാഴുന്ന ആളുകൾ നിസ്സാരമായ ഒരു നഷ്ടം സംഭവിക്കുമ്പോഴത്തേന് തന്റെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ലോകത്തെ ഞെട്ടിക്കുന്ന സംഭവം കൊറോണ കാലത്ത് നമ്മൾ കണ്ടു. എന്തുകൊണ്ട്? അത് മനുഷ്യൻ കച്ചവടക്കാരനാവും പണക്കാരനാവുമ്പോഴും അവന്റെ മനസ്സിന്റെ വിജ്ഞാനം വളരെ ചെറുതായി പോവുക. ഇന്നലിൽ മുഅ്മിനി നൂറൻ ഫിൽ ഖൽബി, ഒരു സത്യവിശ്വാസിക്ക് 4 ഗുണങ്ങൾ ഉണ്ടാവും. നൂറൻ ഫിൽ ഖൽബി, ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാവും. അത് തീർച്ചയായും ഉണ്ടാവും. ആ പ്രകാശം അവന് മതിയാവും. അവൻ ആ പ്രകാശം മതിയാവും. പിന്നെ ആ പ്രകാശത്തിന്റെ വളർച്ച അനുസരിച്ച് അവന്റെ പരിസരത്തുള്ളവർക്ക് മതിയാവും. അവൻ ഏതായാലും മതിയാവും. ഒരു സത്യവിശ്വാസി ഒരിക്കലും വിഷാദ രോഗിയാവില്ല. ഒരു സത്യവിശ്വാസി ഒരിക്കലും ഒന്നിനാവില്ല, കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം വലിച്ചെറിഞ്ഞ് ഒരിക്കലും സത്യവിശ്വാസി ഇരിക്കൂല. ഒന്ന് കഴിഞ്ഞാൽ അടുത്ത നന്മയിൽ ആരംഭിക്കും. ഭയങ്കര ആക്റ്റീവായിരിക്കും, പാലില്ലാത്ത ആക്റ്റീവായിരിക്കും ഒരു മുഅ്മിനായ മനുഷ്യന്റെ സത്യവിശ്വാസി. എന്തുകൊണ്ട്? അവനൊരു ഒരു ധാരണ ഉണ്ട്. ഒന്ന്, എന്നെ നിയന്ത്രിക്കാൻ ഒരാളുണ്ട്, ആ ആളെന്നെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എനിക്കിവിടെ ഉത്തരവാദിത്തം തന്നിട്ടുണ്ട്. ആ ഉത്തരവാദിത്തമാകട്ടെ, ആ ഉത്തരവാദിത്തത്തിൽ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ എനിക്ക് പുറകെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരിക്കലും അവനെ വിഷണ്ണനായിരിക്കാനുള്ള സമയമേ ഇല്ല. ഒരിക്കലും സത്യവിശ്വാസി വിഷണ്ണനായിരിക്കൂല. 2 മാസമൊക്കെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിക്കാതിരുന്ന കാലമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ജീവിത നിവൃത്തിയൊക്കെ ഭംഗിയായിട്ട് അങ്ങനെ പോവുകയും ചെയ്യും. നിങ്ങൾ വിചാരിക്കണ്ട അങ്ങനെ പട്ടിണി കിടന്നിട്ട് റസൂലുള്ളാഹി ഒക്കെ പട്ടിണി കിടന്നിട്ട് വീട്ടിൽ കിടന്ന കാര്യമാണ്. അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ആവശ്യമായ സംഗതികൾ. അല്ലാഹു സുബ്ഹാനഹു. പച്ചവെള്ളമെങ്കിൽ ആ പച്ചവെള്ളം അവർക്കന്ന് സന്തോഷമായിരിക്കും. പച്ചവെള്ളം കുടിച്ചുള്ളൂ, പച്ചവെള്ളം സന്തോഷമായിരിക്കും. അതാണ് അതിന്റെ കാര്യം. അങ്ങനെയൊക്കെ ആയിട്ട് പോലും എങ്ങനെ ഒരു വിഷണ്ണനായി ഇരിക്കുന്ന ഒരു ദിവസം പുണ്യ റസൂലിനില്ല. ആക്റ്റീവാണ്, എല്ലാ ദിവസവും ആക്റ്റീവ്. അവരൊക്കെ ആക്റ്റീവാണ്. 1,24,000 പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരു പ്രവാചകന് വിഷാദ രോഗം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? ഹൃദയത്തിൽ വെളിച്ചം കിട്ടിയിട്ടില്ല. രോഗം വന്നവരുണ്ട്, വലിയ രോഗം വന്നവരുണ്ട്, ജനം മുഴുവനും ദ്രോഹിച്ചവരുണ്ട്, പല പ്രതിസന്ധികളെയും ബാധിച്ചവരുമുണ്ട്. ആ പ്രതിസന്ധികളെ ഒന്നും ഒരു പ്രഭാഷണത്തിലോ 1000 പ്രഭാഷണത്തിലോ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത്രയും വലിയ പ്രതിസന്ധികളുടെ മുന്നിൽ നടുക്കയത്തിൽ ജീവിച്ച വലിയ വലിയ മഹാരഥന്മാരായ പ്രവാചകന്മാർ ഇത്രയുണ്ട്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കൊണ്ട് പഠിച്ചു നോക്കിയാൽ അല്ലാഹുവേ, നമ്മൾ ഓരോ സെക്കൻഡ് പൊട്ടിക്കരഞ്ഞു പോകും. പക്ഷെ ഒരിക്കലും ഒരു സുസ്മേരവദനായി അല്ലാതെ പുണ്യ റസൂലിനെ കാണൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ഗളിബൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഫീ അംരി റബ്ബി. പടച്ചവന്റെ കാര്യം ധിക്കരിക്കുമ്പോഴല്ലാതെ പ്രവാചകന് ദേഷ്യം വരില്ല, ഒരിക്കലും ദേഷ്യം വരില്ല. എന്തെങ്കിലും കാര്യം ഭക്ഷണം കഴിച്ചിട്ടില്ല, പക്ഷേ പച്ചവെള്ളം കുടിച്ചിട്ടുണ്ട്, അത് മതിയാവുമെന്ന് അന്നത് മതിയാവും. ആ പച്ചവെള്ളത്തിന് നന്ന് വേണ്ടതെല്ലാം എനർജിയും അല്ലാഹു കൊടുക്കും. അല്ലാഹു അല്ലേ നിയന്ത്രിക്കുന്നവൻ. അന്ന് പച്ചവെള്ളം കുടിച്ചു, ആ പച്ചവെള്ളമായിരിക്കും അന്നത്തെ അനിവാര്യത. അങ്ങനെ ആയിരിക്കും. ആ ദിവസങ്ങൾ പിന്നെ നിങ്ങൾ എങ്ങനെ കഴിഞ്ഞുകൂടി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അൽ അസ്വദാൻ അത്തംറു വൽ മാ. എവിടുന്നെങ്കിലും കാരൊക്കെ കിട്ടിയാൽ ഞങ്ങൾ കഴിക്കും, പിന്നെ ചോലയിൽ നിന്ന് കൊണ്ടുവന്ന പച്ചവെള്ളം കുടിക്കും. അങ്ങനെ ജീവിച്ചു. 2 മാസം ഒന്നും അടുപ്പിൽ തീ കത്തിക്കാറുണ്ടായിരുന്നില്ല. എന്നിട്ട് ആർക്കെങ്കിലും വല്ല വേവലാതിയുണ്ട് പുണ്യ റസൂലിന്?
ആയിഷ ബീവിക്ക് വേവലാതിയുണ്ട്? ഒന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ജീവിതം കഴിഞ്ഞു പോയിരുന്നു എന്ന് അവരുടെ ഓടി നടന്നിരുന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 മാസം അടുപ്പിൽ തീ കത്തിച്ചിട്ടില്ലാതെയാണ് ജീവിച്ചിരുന്നത്. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി വർഷങ്ങൾ കഴിഞ്ഞ് മനുഷ്യ ജീവിതത്തിന്റെ ചില കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കേണ്ട ഘട്ടം വന്നപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് വെളിപ്പെടുത്തുന്നത്. അപ്പോഴാണ് ജനം കരയുന്നത്. അപ്പോഴത്തേന് നബി വഫാത്തായിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളത് ആലോചിച്ച് നോക്ക്. ഹബീബ എന്തുകൊണ്ട് അങ്ങനെ അവരുടെ നടുവിൽ അങ്ങനെ വളരെ ആക്റ്റീവായിട്ട് ഓടി നടക്കുക പുണ്യ റസൂലും സഹാബികളും? ഉമ്മഹാത്തുൽ മുഅ്മിനീന ആരെങ്കിലും ഭാര്യ അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളോ മറ്റു പോയി കണ്ടാൽ അവർ വളരെ ഉഷാറിലാണ്, ഒറ്റ പ്രയാസം ഒരുക്കില്ല. എന്നാലോ വീട്ടിൽ അടുപ്പ് തീ കത്തിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും അത് അറിയൂല. പുഞ്ചിരിച്ചിട്ടില്ലാതെ ഒരാൾ അഭിമുഖീകരിക്കൂല. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പച്ചവെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ പച്ചവെള്ളം അന്നത്തെ കാഫിയാണ്, മതിയായതാണ്. ഇതാണ് മുഅ്മിനായ മനുഷ്യൻ. ഇതാണ് മുഅ്മിനായ മനുഷ്യൻ. ഒരു വിഷണ്ണത്തിൽ, ഒരു വിശാലമായ അവസ്ഥയിൽ ഒരാളില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സഹധർമ്മിണിമാർ ഒരാൾ അങ്ങനെയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ ഒരാൾ അങ്ങനെയില്ല. അങ്ങനെ ഒരാളില്ല. ഫാത്തിമ ബിക്ക് അങ്ങനെ ദിവസമില്ല. അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ദിവസമില്ല. നമ്മൾ ചിന്തിക്കുക. ആരെ കണ്ടാലും അവർ വളരെ ആക്റ്റീവാണ്. അവർ വളരെ ആക്റ്റീവാണ്. ഇന്നലിൽ എന്താ ഇതിന് കാരണം? നമ്മളെല്ലാം നേടിയിട്ടും നമുക്കൊന്നും നേടിയില്ല തോന്നുകയാണ്. അവരുടെ കയ്യിൽ ഒന്നും ഇല്ലാതെയും അവർ വളരെ, എന്താണ് ഇതിന് കാരണം? അടിസ്ഥാനപരമായ സത്യവിശ്വാസമാണ്. എന്ത്? നിങ്ങൾ ചിന്തിക്കുക. എനിക്കൊരു നാഥനുണ്ട്. ഞാനിവിടെ ഒരു അക്രമത്തിലൂടെ, നേരത്തെ കവി പറഞ്ഞതുപോലെ, ഇതെന്റെ ബാപ്പ എന്റെ മേൽ ചെയ്ത അക്രമമാണ് എന്ന് കവി തന്റെ ഖബറിന്റെ പുറത്ത് എഴുതി വെക്കാൻ കൂട്ടുകാരോട് കൽപ്പിച്ചതുപോലെയുള്ള സംഭവമല്ലത്. അവർക്ക് ധാരണ കൃത്യമായ ബോധമുണ്ട്. എന്താ ബോധം? ഞങ്ങളെ നിയന്ത്രിക്കുന്ന റബ്ബുണ്ട്. അവൻ ഞങ്ങളെ നിയന്ത്രിക്കും. അനിവാര്യമായതെല്ലാം ഞങ്ങൾക്ക് തന്നിരിക്കും. ജീവിതം അനിവാര്യമാകുമ്പോൾ ജീവിതം നൽകും. രക്തസാക്ഷിത്വം അനിവാര്യമാകുമ്പോൾ അങ്ങനെ നൽകും. സ്വാഭാവികമായ അനിവാര്യമാകുമ്പോൾ അങ്ങനെ നൽകും. രക്തസാക്ഷികളുടെ നടുവിലൂടെ കുതിരയെയും ഓടിച്ച് മിന്നൽ പിണര് പോലെ യുദ്ധം ചെയ്തിരുന്ന മനുഷ്യൻ അവസാനം അവിടെ ഒന്നും സംഭവിക്കാതെ വീട്ടിലെ പായ കിടന്ന് മരിച്ചു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിക്കുക. ഇവിടെ ഒരാൾ നിയന്ത്രിക്കുന്നില്ലേ? ആ മനുഷ്യന്റെ ശരീരത്തിൽ വെട്ടോ കുത്തോ പാടില്ലാത്ത ഒരു ഭാഗം പോലും ഉണ്ടായിരുന്നില്ല. അത്രയും അങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട ഖാലിദ് വലീദിന്റെ ശരീരം റളിയല്ലാഹു അൻഹു. തലയിലും അവിടെയും ഇവിടെയും ഒരു വെട്ടുകൊള്ളാത്ത ഒരു അവയവമില്ല. എവിടെയും വെട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പായ കിടന്ന് മരിച്ചു. എന്തുകൊണ്ട്? നിയന്ത്രിക്കാൻ ഒരാളില്ല ഇവിടെ. എന്തുകൊണ്ട് പ്രവാചകന്മാർക്ക് എന്തുകൊണ്ട് വിഷാദ രോഗം ബാധിച്ചില്ല? പ്രവാചകന്മാർ എന്തുകൊണ്ട് വിഷണ്ണരായി വീട്ടിൽ ഇരുന്നില്ല? അവര് ചടുലമായ ആക്റ്റീവ്, അത്രയും വലിയ ആക്റ്റീവ് ആയിരുന്നു അവര്. എല്ലാ പ്രവചനം, എല്ലാ നബിമാരും, എല്ലാവരും. പുണ്യ റസൂൽ മുസ്തഫ അങ്ങനെയിരുന്നു. സിദ്ദീഖുൽ അക്ബർ, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ നൂറൈൻ തസ്തഹീൽ മലായികത്തു ഫീ ശൈനിഹി. മലക്കുകൾ പോലും ആ മനുഷ്യന്റെ മഹത്വത്തിൽ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള മാനസിക ഉസ്മാൻ, സയ്യിദുനാ ലൈസുൽ കതായിബ്, സയ്യിദുനാ ഫഹ്ലുൽ ഫുഹൂൽ, സയ്യിദുനാ അലിയുൽ മുർത്തള. ഒരു സെക്കൻഡ്, ഒരു ദിവസം, ഒരു സെക്കൻഡ് വീട്ടിൽ വിഷണ്ണനായിരിക്കുന്ന അവസ്ഥ അവർക്ക് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? ഹൃദയത്തിൽ വിളിച്ചാണ്. നമ്മൾ ആദ്യം നമ്മുടെ ഹൃദയത്തിൽ വിളിച്ചത് കണ്ടെത്തും. നമ്മൾ ഈ ഭൗതികമായ ലോകത്ത് ചിലപ്പോൾ അത് അങ്ങനെ മെല്ലെ 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 കിട്ടുപോയിട്ടുണ്ടാവും. അത് കത്തിക്കാൻ ശ്രമിക്കണം. എങ്ങനെ കത്തിക്കാം? വെളിച്ചം കെടാത്തൊരുത്തൻ്റെ അടുത്തേക്ക് ഇടണം. എന്നിട്ട് ആ വെളിച്ചം കത്തിച്ചെടുക്കണം. ഇല്ലാതെ വെളിച്ചം കത്തിക്കാൻ കഴിയും. ശ്രേഷ്ഠന്മാരായ ആളുകളുടെ അടുത്ത് പോയിട്ട് സന്ധ്യ വിളക്കിനെ കത്തിച്ചെടുക്കണം. നമ്മളിൽ പല ആളുകളെയും വിളക്ക് കെട്ടുപോയിട്ടുണ്ടാവും. നമുക്കൊന്നും പോസിറ്റീവ്, നമ്മളിൽ തന്നെ ഉള്ളത് പോസിറ്റീവായി എടുക്കാൻ കഴിയുന്നില്ല. ഒരു മരപ്പണിശാല നടത്തുന്ന ഒരാൾ ഒരു ദിവസം എന്നോട് പറഞ്ഞ ഒരു കാര്യം. ഒരു മരപ്പണിശാല നടത്തുന്ന ഒരാൾ, അയാളാണ് ആ മരപ്പണിശാലയുടെ ഉടമസ്ഥൻ. അവിടെ മരപ്പണി എടുക്കുന്ന കുറേ കാർപ്പറമെന്റർമാരും ഉണ്ട്. അയാൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം, അയാൾ ഒരു ദിവസം ഇങ്ങനെ സംസാരിക്കുമ്പോൾ പിന്നെ അയാൾ എന്നോട് പറഞ്ഞു, പെട്ടെന്ന് പോകണം, ഇല്ലെങ്കിൽ അവർ പണി നിർത്തി പോയിക്കാളും.
എന്താ എങ്ങനെ പണി നിർത്തി പോകുന്നത് എന്താ? അപ്പോൾ പറഞ്ഞു അവർ പറയും മരമില്ല, മരം കഴിഞ്ഞു എന്ന് പറയും. ഞാൻ ചെന്നാലേ മരം കിട്ടൂ. ആ മരം എവിടുന്ന് കൊണ്ടുവരും? അപ്പം അയാൾ പറയാണ് മരം അവിടെ തന്നെ ഉണ്ട്. പറയാം അവരെ കാഴ്ചയിൽ ഒന്നും ഉണ്ടാവില്ല. ഞാൻ മരമില്ല എന്ന് അവർ പറഞ്ഞാലും ആ പണിശാലയിൽ നിന്ന് ഞാനൊരു 4 കട്ടിലും ഒരു 10 കസേരയൊക്കെ ഉണ്ടാക്കാനുള്ളത് ഞാനിങ്ങനെ വലിച്ചിട്ട് കൊടുക്കുമ്പോൾ അവരങ്ങനെ ചിരിച്ചിട്ട് സാധനങ്ങൾ ഉണ്ടാക്കും. അല്ലാതെ കൊടുത്ത മരം കഴിഞ്ഞാൽ അവരങ്ങനെ നോക്കിയിരിക്കും, മരം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചെന്നിട്ട് മരം അങ്ങനെ വലിച്ചിട്ട് കൊടുക്കും. അവരെ കാഴ്ചയിൽ മരമില്ല, എൻ്റെ കാഴ്ചയിൽ ഒരു മാസം പണിയെടുക്കാനുള്ള മരസാധനം ഒരു പൊടിയും ആ പണിശാലയിലുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം. കാർപ്പൻ്റർ പണിയെടുക്കുന്നവനെ അവിടെ കട്ടിലെടുക്കുക. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ബോട്ടുള്ള ആളാണ്. എന്നാൽ അയാൾ കാർപ്പൻ്റർ അല്ലാന്ന്. അയാൾ കാർപ്പൻ്റർ ഒന്നുമല്ല, അയാൾ കാർപ്പൻ്റർ അല്ല. അയാൾക്ക് മരപ്പണിയായ അയാൾക്ക് കസേര ഉണ്ടാക്കുന്ന പണി അറിയോ? ഇല്ല. അയാൾക്ക് കട്ടിലുണ്ടാക്കുന്ന പണി അറിയോ? ഇല്ല. മേശ ഉണ്ടാക്കുന്ന പണി അറിയോ? ഇല്ല. പക്ഷെ അയാൾക്ക് ബോട്ടുണ്ട്, ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു ബോട്ടുണ്ട്. ഇതന്നെ കാര്യം. നമ്മളെ പ്രശ്നം എന്താ? നമ്മളെ പ്രശ്നം നമ്മളെ ഹൃദയത്തിൽ വെളിച്ചമില്ലാത്തത് കൊണ്ട് നമുക്ക് ജീവിതത്തെ ചിരിച്ചുകൊണ്ട് നേരിടാൻ നമുക്ക് അനിവാര്യമാണ്. എൻ്റെ ഇന്നത്തെ ദിവസം അനിവാര്യമാണെന്ന് കണ്ടെത്താൻ കഴിയില്ല. ഇപ്പൊ നഹസുകളെ പറ്റി പറഞ്ഞെടുത്ത് മഹാന്മാർ പറഞ്ഞു സുബഹി നിസ്കാരം നഷ്ടപ്പെട്ടാൽ അന്ന് നഹസാണ്, കളയായ നഹസാണ്. എന്തുകൊണ്ട്? വെളിച്ചം കത്തിച്ചേക്കാൾ ഒരു ചെറിയ സാധ്യതയാണെന്ന് സുബഹി നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. ജമാഅത്തായി സുബഹി നിസ്കാരം നിർവഹിച്ചാൽ അങ്ങനെയാണ്. അതൊരു വിളിച്ചാണ്, അതൊരു വല്ലാത്ത വിളിച്ചാണ്. ഒരാള് മദ്യപാനിയായ ഒരാളെ ഞാൻ സങ്കല്പിക്കും. എന്തോ ഒരു കാരണത്താൽ ഒരു ദിവസത്തെ സുബഹി നിസ്കാരത്തിൽ ജമാഅത്ത് അയാൾ പങ്കെടുത്താൽ അന്ന് ആരെങ്കിലും ഇനി കൂട്ടുകാർ വന്നിട്ട് അവനെ നമുക്കൊന്ന് മിനിങ്ങടോ എന്ന് പറഞ്ഞ് വിളിച്ചാലും ഇന്ന് വേണ്ട, നമുക്ക് പിന്നെ നോക്കാം എന്ന് പറയും. എന്തുകൊണ്ട്? ഇന്ന് രാവിലെ കത്തിച്ച് വിളിച്ചാൽ കെടുത്തിക്കളയാൻ ഉദ്ദേശിക്കണില്ല. അതവൻ പറയുന്നില്ല, എന്നാലും പറയും ഇന്ന് വേണ്ട, ഇന്ന് വേണ്ട, ഇന്ന് വേണ്ട. നീ ഞാനിവിടെ കുട്ടികളായിട്ട് കളിച്ച് ബാപ്പ എന്നെ പള്ളിയിൽ പോയി സുബഹി ജമാഅത്തായി നിസ്കരിച്ച് വന്നതാണ് എന്ന് അന്ന് കുട്ടികളുമായി ഇന്ന് പുറത്തു പോകുന്ന മകനോട് പറഞ്ഞു വേണ്ടടോ നമുക്കിന്ന് കുറച്ച് സംസാരിക്കാം. ഇവിടുന്ന് ഇയാൾക്ക് ഊർജം കിട്ടിയത്? നേരെ മറിച്ച് രാവിലെ 8 മണിക്ക് എണീറ്റിട്ട് പിന്നെ ഒന്നും നേരെയാകാതെ, കടയിൽ പോയിട്ട് നേരെയാകാതെ, പണിശാലയിൽ പോയിട്ട് നേരെയാകാതെ, കൃഷിപ്പഴ സ്ഥലത്ത് പോയിട്ട് അതും നേരെയാകാതെ, അവസാനം ഇങ്ങനെ വന്ന് കൂട്ടുകാരെ ആരെയോ കണ്ട് ഒന്ന് മിനിങ്ങി രാത്രി നേരം വൈകി 11-12 മണിയായിട്ട് വീട്ടിൽ കയറി. അപ്പോഴത്തേനും ഭാര്യയും കിടന്നിട്ടുണ്ട്. അങ്ങനെ എന്തോ ആയിട്ട് ഒന്ന് കാല് പോലും കഴുകാതെ കിടന്ന് പിറ്റേന്ന് രാവിലെയും എണീക്കുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ജീവിതം പാരാണ്. ഇതേ മനുഷ്യനെ തന്നെ നമ്മൾ ചിരിച്ചു കണ്ടെത്തും. എങ്ങനെ? ഒരു ദിവസം എങ്ങനെ ഒന്ന് ആയിട്ട് സുബഹി നിസ്കരിച്ചു, അത് പള്ളി ജമാഅത്തായി നിസ്കരിച്ചു. വന്നപ്പോഴോ വീട്ടിൽ നിന്നപ്പോൾ വലിയ സന്തോഷം. മക്കൾ തന്നെ അയാൾ തന്നെ വിളിച്ചു, എണീക്കണു. എല്ലാവരും എണീപ്പിച്ചു, എല്ലാവരും കൂടെ ചായ കുടിച്ചു, എല്ലാവരും കൂടെ സുറ പറഞ്ഞു, എല്ലാവരും കൂടെ സന്തോഷിച്ചു. അടുക്കളയിൽ പോയിട്ട് മറ്റു മക്കൾ പോയി മെല്ലെ പറഞ്ഞു, ഉമ്മ നമ്മൾ പെണ്ണല്ലേ പകന്ന് എന്ത് പറ്റിപ്പോയി? പകന്നൊരു പ്രത്യേക ദിവസമാണ്, ഉപ്പന്ന് ജമാഅത്തായി പള്ളിയിൽ പോയി നിസ്കരിച്ചു വന്നാണോ? മനുഷ്യ, നീ നിന്നിൽ അന്തർലീനമായ വെളിച്ചം നീ കണ്ടെത്തണം. വെളിച്ചം കത്തിച്ചെടുക്കാൻ നിനക്ക് കഴിയും. നീ ആദ്യം നിന്റെ വെളിച്ചം കണ്ടെത്തണം. നിന്റെ വെളിച്ചം കണ്ടെത്താതെ ജീവിക്കുന്ന പക്ഷം ഒരിക്കലും നിനക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഒരു വെളിച്ചവും കണ്ടെത്താൻ കഴിയുകയില്ല. എന്ന് മാത്രമല്ല, ഒരു കാര്യത്തെയും പോസിറ്റീവായി എടുക്കാൻ കഴിയുകയില്ല. കുടുങ്ങിയിട്ടാണ് ആത്മഹത്യ ചെയ്തത്. കയറ് തൂങ്ങിയാൽ എന്താകുമെന്ന് പേടിച്ചിട്ട് അത് കയത്തിൽ മുറുകുന്ന ഒരവസ്ഥ പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്തതാണ്. കയത്തിൽ പോയി ചാടിയാൽ വെള്ളം കുടിച്ച് പള്ള വീർത്താൽ മുതലടിച്ചു പോകുമല്ലോ എന്ന് പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്തതാണ്. നീർക്കോലിയെ പേടിച്ചിട്ട് കയത്തിൽ ചാടാത്തതാണ്. ഇല്ലെങ്കിലും ആത്മഹത്യയും പിന്നെ ആത്മഹത്യയെ പേടിച്ചത് അതുകൊണ്ടല്ലോ. കിണർ വരെ എത്തണമല്ലോ, കിണറിന്റെ അടിയിലേക്ക് എത്തുന്നൊരവസ്ഥ ആലോചിച്ചിട്ട് കിണറ്റ് ചാടാതിരിക്കുകയാണ്. അവന്റെ മനസ്സ് ആത്മഹത്യയുടെ മനസ്സാണ്. എന്തുകൊണ്ട്? അവനിലെ വിളിച്ച് അവന് കണ്ടെത്താൻ കഴിയില്ല. ഇന്നലിൽ മുഅ്മിനി നൂറൻ ഫിൽ ഖൽബി വലിയാം ഫിൽ വജ്ഹി വസഅതൻ ഫിൽ റിസ്ഖി വമഹബ്ബതൻ ഫീ ഖുലൂബിൻ നാസ്. നമ്മളെ വെളിച്ചം കണ്ടെത്തണം. നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചമുണ്ട്. അത് സൃഷ്ടാവായ പടച്ച തമ്പുരാൻ നമുക്ക് തന്നെ വിളിച്ചാണ്. എന്നിട്ട് നമ്മൾ പ്രകാശത്തിലാകണം. നമ്മൾ പ്രകാശത്തിലാകാതെ എവിടെയും പ്രകാശം കണ്ടെത്താൻ നമുക്ക് കഴിയൂല, ഒരിക്കലും കഴിയില്ല. എല്ലാം അവൻ നെഗറ്റീവായി എടുക്കും, എല്ലാം നെഗറ്റീവായിരിക്കും, എല്ലാവരോടും ദേഷ്യം. ഓരോ ദിവസവും തകർന്നു. ഭൗതിക
ഭൗതികവാദികൾ ഇങ്ങനെ തകരാത്തവരുണ്ട്. ഭൗതികവാദികൾ തൽക്കാലം തകരൂലെങ്കിലും ഒരു ദിവസം വരും. എന്നാൽ യഥാർത്ഥ ആത്മജ്ഞാനിയോ തകരയില്ല, ചിരിച്ചു മരിക്കും, ചിരിച്ചിട്ട് മരിക്കും, ചിരിച്ചു മരിക്കും. എന്തുകൊണ്ട്? അവന്റെ ഇന്നത്തെ പകൽ സന്തോഷമാണ്. അന്ന് ഈ പ്രഭാഷണങ്ങളോട് പറഞ്ഞു, ഇന്നത്തെ പകൽ സന്തോഷമാണ്. ഇന്നലത്തെ പകൽ സന്തോഷമായിരുന്നു, നാളത്തെ പകൽ സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളത്തെ പകൽ സന്തോഷമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ട്? എന്ത് പ്രയാസം വന്നൂലേ? പ്രയാസമല്ലേ? പ്രയാസം തന്നെ, പ്രയാസമായിക്കോട്ടെ, പ്രയാസം അനിവാര്യതല്ലേ? പ്രയാസം അനിവാര്യതല്ലേ? പ്രയാസം എന്തിനായിരിക്കും? നമ്മുടെ ഉള്ളില് രോഗമുണ്ടെങ്കിൽ ഓപ്പറേഷൻ പ്രയാസമാണെങ്കിലും അത് നന്മയല്ലേ? അത് നമുക്ക് വരാൻ പോകുന്ന സന്തോഷകരമായ നാളുകൾക്ക് വേണ്ടിയല്ലേ ഈ ഓപ്പറേഷൻ? അങ്ങനെ അത് പോസിറ്റീവ് എടുക്കുക. എന്തുകൊണ്ട്? സ്വാഭാവികമായും വൃത്തികേട് ഉള്ളിലാക്കി പോയിട്ടുണ്ട്, ഇനി അത് പുറത്തിടണം. വൃത്തികേട് ഉള്ളിൽ കയറി പോയിട്ടുണ്ട്, ഉള്ളിലെ പണ്ടങ്ങളെ കേടാക്കിയിട്ടുണ്ട്. അനിവാര്യതല്ലാതെ വാരി വലിച്ച് തിന്നിട്ട് ഉള്ളിലെ ആമാശയത്തിന് അൾസർ വന്നിട്ടുണ്ട്. അനിവാര്യതല്ല, നേരം നിലയും നോക്കാതെ കഴിച്ചിട്ട് അൾസർ വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് കുടൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് എടുത്ത് വൃത്തിയാക്കി തന്നെ വേണം. അപ്പോൾ ഓപ്പറേഷന് വിധേയനാകുന്ന സമയത്ത് അത് വിഷമല്ലേ ആണെങ്കിലും അതിലൊരു ഫ്യൂച്ചർ ഉണ്ട്. എന്താ ഫ്യൂച്ചർ? അത് സക്സസ് ആയി തീരും ഇൻഷാ അല്ലാഹ്. അങ്ങനെ വന്നാലോ, അങ്ങനെ വന്നാൽ സന്തോഷകരമായ ഭാവി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ പ്രയാസം പോലും അതിനെ പോസിറ്റീവായി എടുക്കുക. ഇന്നത്തെ പ്രയാസം പോലും നാളത്തെ ഫ്യൂച്ചറിന്റെ സന്തോഷകരമായ, സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഭാവിയെ ഓർത്താൽ ഇന്നത്തെ ഈ പ്രയാസം പോലും അനിവാര്യമാണ്. പ്രയാസം ഉണ്ടാവില്ല, നല്ല പ്രയാസത്തെ അനിവാര്യമാണ്. ഈ പ്രയാസം അനിവാര്യമാണ്. കുടലിൽ അൾസർ വന്നാൽ ഓപ്പറേഷൻ അനിവാര്യമല്ല, അനിവാര്യമാണ്. പക്ഷെ ആ ഓപ്പറേഷൻ അവൻ വിധേയമാകുമ്പോഴും അവനൊരു പ്രതീക്ഷയുണ്ട്. അവൻ മഹ്മൂമല്ല, അവൻ ഒരു മനസ്സ് കെട്ടവനല്ല, മനസ്സ് തുറന്നു വെച്ചവനാണ്. സന്തോഷം. ഓപ്പറേഷന് വേണ്ടി അവന്റെ സ്ട്രെച്ചറിൽ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ കാണാൻ നിന്ന പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കരഞ്ഞു. അയാൾ കരഞ്ഞില്ല. എന്തുകൊണ്ട്? ഉപ്പാക്കൊന്നും വരില്ല, നമ്മളെ ഡോക്ടറല്ലേ, അയാൾ കൃത്യമായി ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരു ഷർലാണ്. ഒന്നും വരില്ല, ഉപ്പാക്കൊന്നും വരില്ല. ഒരു 2 മിനിറ്റ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ അയാളെ ഇങ്ങനെ ഒന്ന് നിർത്തി. അപ്പോൾ ഭാര്യ കരഞ്ഞ്, മക്കൾ കരഞ്ഞ്, ആ മരുമോൻ കരഞ്ഞ്, എല്ലാവരും കരഞ്ഞ്. അയാൾ കരഞ്ഞില്ല. എന്തുകൊണ്ട്? അയാൾ വലിയ പ്രതീക്ഷയിലാണ്. നഴ്സുമാർ ഇങ്ങനെ പഠിച്ചു കൊണ്ടുപോവാണ് സ്ട്രെച്ചർ. ഒരു 2 മിനിറ്റ് നിർത്തിയപ്പോൾ അവർക്ക് ഒക്കെ കരഞ്ഞു. അപ്പൊ പറഞ്ഞു, ഓ എന്തിനോടോ, നിങ്ങൾക്ക് ബിരിയാണി കഴിക്കുന്ന നേരത്തെ ഒന്നും തിന്നാൻ പറ്റാതെ ഞാൻ അവിടെ ഇരുന്നിരുന്ന് കണ്ടില്ലേ, ഇന്ന് നമുക്ക് കൂടെ ബിരിയാണി കഴിക്കാടോ, ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വരട്ടെ. അപ്പൊ നോക്കൂ നിങ്ങൾ, അയാളെ കാണുന്ന ആളുകൾക്ക് ദുഃഖമാണെങ്കിലും അയാൾക്ക് സന്തോഷമാണ്. എന്തുകൊണ്ട്? അയാൾക്കൊരു ഫ്യൂച്ചറിനെ കുറിച്ച് വലിയ പ്രതീക്ഷ ഉണ്ട്. തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ. എന്തുകൊണ്ട്? ഇന്നലിൽ ഖൽബി നൂറൻ ഫിൽ ഇന്നലിൽ മുഅ്മിനി നൂറൻ ഫിൽ ഖൽബി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാവും. അതിനർത്ഥം പ്രയാസത്തെ നേരിടില്ല എന്നല്ല, ആ പ്രയാസത്തിനും അവനൊരു ഫ്യൂച്ചറിനെ കണ്ടെത്തും. എന്തുകൊണ്ട്? ഇതൊന്നും വെറുതെ അല്ല. റബ്ബന മാ ഖലഖത ഹദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. എല്ലാവരും കൃത്യമായാണ്. ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടിരുന്നു. ഇന്നലെ രാത്രി മേഘാവൃതമായ ഒരു രാത്രിയായിരുന്നു. ഇന്നലത്തെ രാത്രി മെല്ലെ മെല്ലെ മഴ പെയ്തു ചില ഭാഗങ്ങളിലൊക്കെ. ഇന്നലെ രാത്രി സുബഹയുടെ മുമ്പ് എണീറ്റിട്ട് നിങ്ങൾ ആരെങ്കിലും പരിസരത്തൊന്ന് വീക്ഷിച്ച് നോക്കിയോ? എന്തോ ഒരു ചന്തമായിരുന്നു. എല്ലാ രാത്രിയും പ്രഭാതത്തിന് തൊട്ട് മുമ്പ് ഒന്ന് പുറത്തിറങ്ങി നോക്ക്. എന്തൊരു ചന്താണ്, എന്തൊരു സന്തോഷമാണ്. ഇതെല്ലാം ഇങ്ങനെ കിടക്കാണ്. നിങ്ങൾ ചിന്തിക്ക്, ഒന്ന് നോക്ക്, മുകളിലേക്ക് നോക്ക്. ആ മേഘങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇന്നലെ സുബഹിക്ക് മുമ്പ് റബ്ബിന്റെ സഹായത്തെ എണീറ്റ് ഞാൻ മേഘങ്ങളിലേക്ക് നോക്കി. അപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. എന്തുകൊണ്ട്? അട്ടിയിട്ട മേഘങ്ങൾ. കോഴിക്കോട് വലിയങ്ങാടിയിൽ ഇങ്ങനെ ചരക്കുകൾ കൊണ്ടുവന്ന ലോറികൾ കാത്തു നിൽക്കുന്നത് പോലെയാണ്. ആ ലോറികൾ കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. അല്ലോ, നമ്മുടെ മലബാറിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന ഭക്ഷണ സാധനങ്ങളാണ്. ചിലതൊക്കെ ആന്ധ്രയിൽ നിന്നാണ്, ചിലത് മദ്രാസിൽ നിന്നാണ്, ചിലത് ബാംഗ്ലൂരിൽ നിന്നാണ്, പല നാടുകൾ, ചിലത് ബോംബെയിൽ നിന്ന്, മഹാരാഷ്ട്ര, മധ്യപ്രദേശത്ത് നിന്നാണ്. ഇങ്ങനെ വരുന്നതാണ് പല ലോറികളും. അവരിങ്ങനെ കാത്തു കിടക്കാതെ എന്തിന് ഈ അനുഗ്രഹം നമുക്ക് ഇറക്കിത്തരാൻ. പ്രഭാതത്തിന് മുമ്പ്, സുബഹിയുടെ മുമ്പ് എണീറ്റൊന്ന് മുകളിലേക്ക് നോക്ക്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്
الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. നീ എന്തിന് ആത്മഹത്യ ചെയ്യണം? നീ എന്തിന് വിഷണ്ണനാവണം? ഈ സാധനമൊക്കെ നിന്നെ കാത്തു കിടക്കല്ലേ? ഞാൻ ഇന്നലെ പ്രഭാതത്തിന് മുമ്പ് വന്ന് പ്രകൃതിയിലേക്ക് നോക്കി. എന്തൊരു ചന്തയായിരുന്നു പ്രകൃതിക്ക്. മേഘം പടിഞ്ഞാറുനിന്ന് ഇങ്ങനെ മേഘം ഇങ്ങനെ അരിച്ചരിച്ച് വരിക, പാർസൽ വണ്ടികൾ വരുന്നത് പോലെ. അതൊക്കെ നമ്മുടെ നാട്ടിൽ പെയ്യാനുള്ളതാണ്. നീ ഉറങ്ങുമ്പോഴും രക്ഷിതാവ് ഉണർന്നിരുന്ന് നിനക്ക് സേവനം ചെയ്യണം. അങ്ങനെ രക്ഷിതാവുള്ള ഒരു വിശ്വാസി എന്ത് വിളിച്ചാണ് നീ അവന് കൊണ്ടത്? അവനവന്റെ വെളിച്ചത്തിൽ ജീവിക്കല്ലേ? അവനവന്റെ സൃഷ്ടാവിന്റെ അനുഗ്രഹങ്ങൾ കണ്ടെത്തില്ലേ? അള്ളാഹനെ കണ്ടില്ലെങ്കിലും അള്ളാഹു അയച്ച പാർസൽ വണ്ടി കണ്ടല്ലോ, അത് മതിയില്ലേ എനിക്ക്? ഭർത്താവ് ഗൾഫിൽ നിന്ന് പാർസൽ അയച്ചു. ആ സാധനം കണ്ടപ്പോൾ ഭാര്യയ്ക്ക് സന്തോഷമായി. ഭർത്താവിനെ കണ്ടില്ല, എന്നാലും ആ ഭർത്താവ് തൊട്ട സാധനമാണല്ലോ ഇതൊക്കെ. ഇങ്ങനെയുണ്ടല്ലോ. ചക്രവാളം എന്ന് പറഞ്ഞില്ലേ? എന്ന് കവി പറഞ്ഞില്ലേ? പ്രഭാതത്തിനു മുമ്പ് എണീറ്റൊന്ന് മുകളിലേക്ക് നോക്ക്. മേഘക്കൂട്ടങ്ങൾ ഇങ്ങനെ വരുന്ന, ഒന്നിന് പിറകെ ഒന്ന് മേഘക്കൂട്ടങ്ങൾ. അവന് ഉറക്കമില്ല, അവന് തൂങ്ങി ഉറക്കമില്ല, അവന് തളർച്ചയില്ല, ഉറക്കമില്ല. നമ്മൾ ഉറങ്ങുമ്പോഴും അവൻ നമുക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രക്ഷിതാവ് ഉണ്ടാകുമ്പോൾ എന്തിനാണ് സത്യവിശ്വാസിയെ പ്രയാസം? ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും സത്യവിശ്വാസി വിഷണ്ണനാവുകയില്ല. പ്രഭാതത്തിന് മുമ്പ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അവൻ കാണുന്നു, പ്രഭാതത്തിലും കാണുന്നു. എന്തൊരു സന്തോഷം! ഈ മഴയില്ലെങ്കിലോ കണ്ണു ചിമ്മി നിൽക്കുന്ന ആയിരക്കണക്കായ നക്ഷത്രങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. നക്ഷത്രങ്ങളെ കുറിച്ചുള്ള കണ്ണു ചിമ്മി തുറക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ചുള്ള സൂറത്തുകൾ രാത്രി ഓതൽ സുന്നത്താണ്. ബഹുമാനപ്പെട്ട സൂറത്ത് തബാറക ഖബറിൽ പോലും ആ സൂറത്ത് നമ്മെ സന്തോഷിപ്പിക്കും. നക്ഷത്രങ്ങൾ വെളിച്ചമാക്കി വെച്ച നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അധ്യായം തുടങ്ങുന്നത്. നമ്മുടെ മനസ്സിന് ധൈര്യം വേണം. നമ്മൾ ആദ്യം ഒരു മുഅ്മിനാവണം. ഒരു മുഅ്മിനായ മനുഷ്യന് ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാവും. ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. എന്തുകൊണ്ട്? വളരെ എനർജറ്റിക് ആയിരിക്കും എല്ലാ കാര്യവും. ഇനി 1000 യൗവനത്തിന് അവന് ആരോഗ്യം കരുത്തുണ്ടാവും. ഇനി 1000 യൗവനത്തിന് അവന് കരുത്തുണ്ടാവും. ഒരിക്കലും വൃദ്ധനാവുകയില്ല. ഒരിക്കലും വൃദ്ധനാവില്ല. ശരീരം വൃദ്ധനാവും. മനസ്സ് 1000 യൗവനത്തിനും ബാക്കിയുണ്ടോ? ഒരിക്കലും മുഅ്മിനായ സത്യവിശ്വാസിയുടെ മനസ്സ് വൃദ്ധമാവുകയില്ല. ഒരിക്കലും വാർദ്ധക്യം ബാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മുഖത്തെപ്പോഴും പ്രസന്നതയുണ്ടാവും. തനിക്ക് ആവശ്യമായ റിസ്ക് അവന്റെ പരിസരത്തുണ്ടാവും. തനിക്ക് കാപ്പിയാവുന്ന പച്ചവെള്ളാണെങ്കിൽ അത് സന്തോഷം ഉണ്ടാവും. മറ്റൊന്ന് ബിരിയാണി സന്തോഷമല്ല, അവന് പച്ചവെള്ളത്തിൽ സന്തോഷമാണ്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. പച്ചവെള്ളം കിട്ടിയുള്ളൂ, മതി. ആ പച്ചവെള്ളം അന്ന് അവന്റെ തടിക്ക് അനിവാര്യമായിരിക്കും. അന്ന് മറ്റൊന്നും കഴിക്കാത്തിരുന്നത് അല്ലാഹു അവനെ തർബിയത്ത് ചെയ്തായിരിക്കും. അതായിരിക്കും അവന്റെ ഏറ്റവും വലിയ കരുത്ത്. അവന് പ്രതിരോധ ശക്തി ആ പച്ചവെള്ളം കൊടുത്തിട്ടുണ്ടാവുമെന്ന്. സകല മനുഷ്യർക്കും അയാളോട് സ്നേഹമുണ്ടാവും. സത്യവിശ്വാസി അതാണ് അള്ളാഹുവിനേക്ക് തൊട്ടവൻ, അള്ളാഹുവിന്റെ യാഥാർത്ഥ്യത്തിൽ തൊട്ടവൻ, അതാണ് വിശ്വാസി. അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്തിനെ അന്വേഷിച്ചു പോകുന്നത് ഏറ്റവും വലിയ നിഅമത്ത് ഏറ്റവും വലിയ നിഅമത്ത് ഈമാനാണ്. ഏറ്റവും വില മതിക്കാനാവാത്ത അനുഗ്രഹം ഈമാനാണ്. ഏറ്റവും മഹത്തായ അനുഗ്രഹം ഈമാനാണ്. ഈമാനെ കണ്ടെത്തുക. സത്യവിശ്വാസം പറഞ്ഞില്ലേ? കയറി നോക്ക്. പ്രഭാതത്തോടടുത്ത് പള്ളിയിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് അങ്ങനെ താഴ്വാരത്തിലേക്കൊന്ന് നോക്ക്. വീടുവിടാന്തരം അങ്ങനെ ഉറങ്ങിക്കിടക്കുന്നു. മുകളിലേക്ക് നോക്ക്. നാഥൻ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അവരുറങ്ങുമ്പോഴും അവൻ ഉറങ്ങുന്നില്ല.
എല്ലാവരും ഉറങ്ങുന്നു, അവൻ ഉറങ്ങുന്നില്ല. സദാസമയം ഒരു കാര്യം കൊണ്ട് പറഞ്ഞാൽ ചെയ്ത് ഒരു കാര്യം അള്ളാഹുവോട് കൈയുയർത്തി പറഞ്ഞാൽ അവനെ വെറുതെ മടക്കുന്നത് അള്ളാഹുവിന്റെ ലജ്ജയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഒരു നാഥൻ ഉണ്ടാവുമോ? എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? എന്തിനാ ആത്മഹത്യ? അല്ലാഹു 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 അലൈഹി തവക്കലു. അങ്ങനൊരു നാഥനില്ലേ? ഈ പ്രപഞ്ചത്തെ മനോഹരമാക്കിയായി ഇങ്ങനെ മനോഹർണ്ണ ഭംഗികൾ കൊണ്ട്, ചിത്രക്കൂട്ടുകൾ കൊണ്ട്, അതിമനോഹരമായ ഛായക്കൂട്ടുകൾ കൊണ്ടും ചിത്രക്കൂട്ടുകൾ കൊണ്ടും ഈ പ്രപഞ്ചത്തെ ഭംഗിപ്പെടുത്തി നമ്മുടെ മനോഹരമായ നയന സുന്ദരമാക്കി തന്ന പടച്ചതമ്പുരാന്, അതിന്റെ എല്ലാം ഉള്ളിൽ അനുഗ്രഹം നിറച്ചു വെച്ച പടച്ചതമ്പുരാന്, ഉണർന്നിരിക്കുന്ന പടച്ചതമ്പുരാന് ഒരു കാര്യം അവനോട് പറഞ്ഞാൽ അത് തട്ടിക്കളയാൻ അവന് ലജ്ജയാണ്. ഇന്നല്ലാഹു ഒരു വാക്ക് അല്ലാഹുവോട് പ്രാർത്ഥിച്ചാൽ ആ മനുഷ്യന് വെറും കൈയോടെ തിരിച്ചയക്കുന്നത് അല്ലാഹുവിന് ലജ്ജയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഒരു പടച്ചതമ്പുരാന് ഏത് സമയവും പ്രാർത്ഥിക്കുക, അവൻ ഉറങ്ങുകയില്ല. അങ്ങനെ ഒരു രക്ഷിതാവ് സത്യവിശ്വാസിയുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ സത്യവിശ്വാസിക്ക് വിഷാദരോഗം ബാധിക്കൂല. ലോക ചരിത്രത്തിൽ ഒരു പ്രവാചകന് വിഷാദരോഗം ഉണ്ടായിട്ടില്ല. മഹാരോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും അവർ ചിരിച്ചിട്ടുണ്ട്, ചിരിച്ചു കയറ്റിട്ടുണ്ട്. അപ്പോഴും അവർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വഴുതിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പോസിറ്റീവ് കണ്ടെത്തുക. സയ്യിദുനാ അയ്യൂബ് ഏറ്റവും വലിയ രോഗികളിൽ ഒരാളായിരുന്നു. സയ്യിദുനാ അയ്യൂബ് അപ്പോഴും നാവ് ചലിച്ചുകൊണ്ടേയിരിക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എന്തിനാ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അതാണ് പോസിറ്റീവ് കണ്ടെത്തുന്നത്. ഇത് കോടാനക്കോടിയുടെ പർദൂസിയിൽ ഇരുന്നിട്ട് മനുഷ്യൻ ആത്മഹത്യയാണ്. മനുഷ്യൻ തിരിച്ചറിയാം. ഞാൻ ഈ പ്രഭാഷണം നടത്തുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സ്രഷ്ടാവിനെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയാണ്. നമ്മുടെ ഇന്നത്തെ പുതിയ ട്രെൻഡ് നിഷേധമാണ്. അവരോടൊന്നും ഒരു വർത്തമാനം എനിക്ക് പറയാനില്ല. നീ നിന്റെ ആത്മാവിനെ വഞ്ചിക്കാൻ നിനക്കറിയാം, എനിക്കറിയാം. ഞാൻ നിന്റെ ആത്മാവിനെ വേണ്ടി പറയാണ്. ഞാൻ ഇന്ന് പ്രഭാതത്തിന് മുമ്പും എൻ്റെ മുകളിൽ തൊട്ട് മുമ്പും ഈ പ്രകൃതിയുടെ സൗന്ദര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ റബ്ബിനെ ഉണർന്നിരിക്കുന്നതിന് അടയാളം കണ്ടിട്ടുണ്ട്. മേഘക്കൂട്ടങ്ങളെ ഇങ്ങനെ ആരോ തെളിച്ചു കൊണ്ടുപോകുന്നത് പോലെയുള്ള മേഘക്കൂട്ടങ്ങളെ ഈ പ്രഭാതത്തിന്റെ തൊട്ട് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അവന്റെ കൽപ്പനയാണ്. എന്തോ ഒരു ഭംഗിയായിരുന്നു ഇത് പ്രഭാതത്തിന് മുമ്പ്. പ്രകൃതിയുടെ ഭംഗി, മനോഹര മേഘാവൃതമായ മാനത്തുണ്ടായിരുന്ന സന്തോഷം എത്രയായിരുന്നു. ഇനി മേഘാവൃതം അല്ലെങ്കിൽ അതിന്റെ ചേതോഹര ഭംഗി എത്രയാണ്. പടിഞ്ഞാറും തെക്കും കൂടുന്നിടത്ത് ഒരു നക്ഷത്രം ഉദിക്കാറുണ്ട് പ്രഭാതത്തിന് തൊട്ട് മുമ്പ്. ആ നക്ഷത്രത്തിന്റെ ഒരു ഭംഗി എന്തൊരു മനോഹരമായ ചന്തമാണതിന്. എന്തിനും ഉദിച്ചു വരുന്ന സൂര്യന്റെ ചന്തം എത്ര മനോഹരമാണ്. എവിടെയാണ് അത് ഉദിക്കുന്നത്? 15 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് 15 കോടി. കത്തിച്ചുലിക്കുന്ന ഒരു വിളക്കിനെ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നില്ലേ? 15 കോടി കിലോമീറ്റർ ദൂരത്തെ അപ്പുറത്ത് ഉദിച്ചു നിൽക്കുക ഒരു സൂര്യൻ. എത്രാണ് അതിന്റെ ഭംഗി, ഉദിച്ചു വരുന്ന ഭംഗി എത്രയാ. എനിക്ക് വേണ്ടിയല്ലേ? സൂര്യനും ചന്ദ്രനും നിങ്ങൾക്ക് വേണ്ടിയാണ്, ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്. അതിന് നീ നമിക്കുകയല്ല വേണ്ടത്, അത് നിനക്ക് വേണ്ടി സേവനം ചെയ്യാൻ ഞാൻ ഏർപ്പെടുത്തിയതാണ്. അതൊക്കെ നിനക്ക് വേണ്ടിയാണ്. എല്ലാം 15 കോടി കിലോമീറ്റർ അപ്പുറത്ത് സൂര്യൻ ഇങ്ങനെ കയറി വരുന്നു പ്രഭാതത്തിൽ. ഒന്ന് എന്താ അതിന്റെ ചന്തം, അതിന്റെ ചന്തം എത്രയാ? സത്യത്തിൽ ഈ ചന്തത്തിന് വേണ്ടിയല്ലേ? ഈ ചന്തം കൊണ്ട് നിന്റെ മനസ്സിനെ വീണ്ടും ഒന്നുകൂടെ അതിന്റെ അരുണ സ്ഫുരണങ്ങൾ നിന്റെ മനസ്സിനെ എങ്ങനെ മനോഹരമാക്കാൻ വേണ്ടിയായിരിക്കാം. ഇന്നലെ അത് അസ്തമിച്ചതു തന്നെ. അങ്ങനെയാണല്ലോ. ഒരു രംഗം കഴിയുമ്പോൾ തിരശീല താഴ്ത്തിയാലല്ലേ അടുത്ത രംഗത്തിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. തിരശീല താഴ്ത്താത്ത ഒരു രംഗവേദിക്ക് എന്താ ഒരു പുതുമയുള്ളത്? അങ്ങനെയല്ലേ? ഒരു നാടകം കണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ തിരശീല ഒന്ന് താഴ്ത്തിയിടും. നാടകക്കാർ അങ്ങനെയും. എന്തിനങ്ങനെ ചെയ്യുന്നത്? അപ്പൊ എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ്, ഇനി എന്താ. അപ്പൊ അടുത്ത രംഗവേദിയിൽ മെല്ലെ 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 കലാബോധമുള്ള ആളുകളായിരിക്കും. ആ ബോധമുള്ളവരാണ് ആ തിരശീല പൊക്കുന്നതെങ്കിൽ അങ്ങനെ പൊക്കൂല, അങ്ങനെയൊന്നും പൊക്കൂല. പിന്നെ എന്താ ചെയ്യാ? പിന്നെ മെല്ലെ 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 പൊക്കും.
ചടുല നൃത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ കലാകാരന്റെ കാലായിരിക്കും ആദ്യം കാണാം. അപ്പൊ നമുക്ക് ആകാംക്ഷ ചെയ്താൽ എന്തായിരിക്കും? അങ്ങനെയല്ലേ രംഗവേദി? ഇന്നലെ വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചത് എന്തിനാ? ഇന്നലെ ചേതോഹരമായി അതിനെ ഉദിപ്പിക്കാൻ വേണ്ടിയാണ്. അതൊക്കെ അള്ളാഹുവിന്റെ പണിയല്ലേ? അതൊക്കെ നിന്നെ സന്തോഷിപ്പിക്കാനല്ലേ? ഈ പ്രകൃതിയുടെ അനിവാര്യതയല്ലേ? എന്നിട്ടോ രാവിന്റെ സുഷുപ്തിയിൽ നീ അങ്ങനെ ഉറങ്ങി. സൂര്യൻ കത്തിച്ചൊലിച്ച് പുറത്ത് നിൽക്കുകയാണെങ്കിൽ നിന്റെ ഉറക്കിന് എന്ത് സുഖമുള്ളത്? അതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹമല്ലേ? ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോൾ പോസിറ്റീവായി ഈ പ്രകൃതി, ഈ സൂര്യൻ ഭൂമിയേക്കാൾ 3 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ 15 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്ത്. എത്ര ആയിരിക്കും ആ ദൂരം? 15 കോടി കിലോമീറ്ററുകൾക്കപ്പുറം ഭൂമിയേക്കാൾ 3 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ. ഭൂമിയേക്കാൾ ഇരട്ടിയല്ല, 3 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ 15 കോടി കിലോമീറ്റർക്കപ്പുറത്ത്. അതിങ്ങനെ ചെറിയ ചെറിയ കിരണങ്ങൾക്ക് അങ്ങനെ അങ്ങനെ വിടർത്തി നിന്നെ ചിരിപ്പിച്ചുകൊണ്ടേ പുറത്തു വരും. അതൊക്കെ അല്ലാഹുവിന്റെ പണിയല്ലേ? അതൊക്കെ കാണുമ്പോൾ നിന്റെ മനസ്സിന് എന്തൊരു സന്തോഷം! നിന്നെ സന്തോഷിപ്പിക്കല്ലേ? ഉണർന്നിരിക്കുന്ന റബ്ബ്, നീ അത് കാണുന്നുണ്ടോ? എന്റെ റബ്ബ് ഉറങ്ങിയിട്ടില്ല, എന്റെ റബ്ബ് ഉറങ്ങുകയില്ല, എന്റെ രക്ഷിതാവ് ഉറങ്ങുകയില്ല. സാധാരണ എപ്പോഴും എന്ത് പ്രശ്നവും തീർക്കാൻ വേണ്ടിയിരിക്കുന്നത് പോലീസ് സ്റ്റേഷൻ. എന്നാൽ കൊറോണ കാലത്ത് ചില പോലീസ് സ്റ്റേഷനും പൂട്ടി. ചില പോലീസ് സ്റ്റേഷന്റെ പരിസരത്തോടെ രാത്രി സഞ്ചരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ ഷട്ടറിട്ട് പൂട്ടിയത്, ഗ്രിൽസിട്ട് പൂട്ടിയത് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കൊറോണ ആകുന്നപ്പോൾ പത്രവാർത്തകൾ എത്ര വന്നു, പോലീസ് സ്റ്റേഷൻ, നല്ല പോലീസ് സ്റ്റേഷൻ കൊറോണ കാരണം പൂട്ടി. അപ്പൊ അവരും പൂട്ടും, പൂട്ടാത്ത ഒരാളുണ്ടല്ലോ, പൂട്ടുകയില്ല. അപ്പോൾ പിന്നെ നിനക്ക് വിഷാദ രോഗം, മുഅ്മിനായ മനുഷ്യന് വിഷാദ രോഗമില്ല. ഒരു മുഅ്മിനായ മനുഷ്യന് 4 ഗുണമുണ്ടായിരിക്കും. പോസിറ്റീവായി ചിന്തിക്കുക. ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം ഈമാനാണ്. ഈമാൻ ഉണ്ടായ 4 കാര്യം ഉണ്ടാവും. പിന്നെ എന്ത് രോഗം, പിന്നെ എന്ത് പ്രശ്നം? ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാവും. അതിന്റെ പ്രസന്നത, കാലാത്തൊരു പ്രസന്നത മുഖത്തുണ്ടാവും. മുഖം എപ്പോഴും ചന്തപ്പെട്ട മുഖമായിരിക്കും. അവൻ അനിവാര്യമായ ഭക്ഷണം അവന്റെ പരിസരത്തുണ്ടാവും. അത് പച്ചവെള്ളമാണെങ്കിൽ മതി, ആ പച്ചവെള്ളത്തിൽ അവൻ സന്തുഷ്ടനായിരിക്കും. മറ്റും ബിരിയാണിയിൽ സന്തുഷ്ടനാവില്ല, ഇവൻ പച്ചവെള്ളത്തിൽ സന്തുഷ്ടനായിരിക്കും. സകല മനുഷ്യർക്കും അവനോട് സ്നേഹം ഉണ്ടാവും, എല്ലാവർക്കും അവനോട് ഇഷ്ടമുണ്ടാവും. എല്ലാവരും ആ നല്ല മനുഷ്യനാണ്. അവൻ സത്യവിശ്വാസിയാണെങ്കിൽ എതിരാളി പോലും പറയും അയാൾ നല്ല മനുഷ്യനായിരുന്നു, അയാൾ നല്ല മനുഷ്യനായിരുന്നു. അല്ലാഹു നമുക്ക്